പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് ഞാനൊരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടത്ര നീളമില്ല. അപ്പോൾ വേറെ ഒരു പീസ് ഇതുപോലത്തത് ഇതിൻ്റെ മേലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡ് ഞാനൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്തെടുത്ത് കഴിയുമ്പം ഇതിന് എനിക്ക് 40 ഇഞ്ച് നീളം കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വീതി 16 ഇഞ്ച് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഞാനൊരു റെഡ് കളർ ബോർഡറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 3 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ നടുവെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതും എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഈ നമ്മൾ മടക്കി എടുത്തിരിക്കുന്ന ഈ ക്ലോത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻഡ് വരെ. ഇപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് അതിന് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പം ഈ ക്ലോത്തിന് ടോട്ടൽ 17 ഇഞ്ച് വരുന്നുണ്ട്. താഴത്തോട്ടേക്ക് 17 ഇഞ്ചോളം വരുന്നുണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. ഇനി ഞാൻ അതിൻ്റെ ടോപ്പ് പാർട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതിന് 20 ഇഞ്ച് നീളം വരുന്നുണ്ട്, 9 ഇഞ്ച് വീതിയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ 4ആയി മടക്കിയിട്ട് താഴത്തോട്ടേക്ക് ഒരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ടോപ്പ് പാർട്ടിന് 6 ഇഞ്ച് മതി. അപ്പോൾ ആ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡ്രസ്സിന് ടോട്ടൽ 22 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഇനി ഇതിൽ നെക്ക് വിഡ്ത്ത് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് നെക്ക് ഡെപ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെയാണ് എടുക്കുന്നത് നെക്ക് ഡെപ്ത്ത്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് ഒരു യു ഷേപ്പ് നെക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ യു ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. 4 ഇഞ്ചോളം ഞാൻ ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വരച്ചെടുത്തു. താഴത്ത് നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞൊരു ലൈൻ കൊടുത്തിട്ട് അവിടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ ഷോൾഡർ സ്ലോപ്പും കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്ക് യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് പീസും ബാക്ക് പീസും. ഇനി നമുക്ക് ഇതിന് ലൈനിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ അതേ ടൈപ്പ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 2 ക്ലോത്ത് എടുത്തിട്ട് രണ്ടും 2ആയിട്ട് മടക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പീസ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതേ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് എടുത്തിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ നെക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ ഈ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ബാക്ക് പീസിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. അതിനുശേഷം ഇതിന് നമ്മൾ ബാക്കിലൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്, അവിടെ ഒരു ഹുക്ക് വെക്കാൻ വേണ്ടി. അപ്പം ഒരു 2-2.5 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒരു ലൈൻ വരക്കുക. എന്നിട്ട് അതിന് ചുറ്റുമായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കൊണ്ടുവന്ന് താഴത്തോട്ടില്ല ലൈനിൻ്റെ സൈഡിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് ഞാൻ ഇതുപോലെ തിരിച്ചിടുന്നുണ്ട്. ഫ്രണ്ട് പീസ് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ബാക്ക് പീസ് ഞാൻ ഈ കാണിച്ച മാർക്കിങ്ങിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്ക് പീസിൽ ആ സെൻറ്ററിലായിട്ടൊരു ഓപ്പണിങ് നമ്മൾ ലൈൻ വരച്ചില്ല, അതിന് ചുറ്റും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ സെൻറ്ററിലെ ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയിൽ ആ ലൈൻ വരച്ചതിലേക്ക് കൂടെ
കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെ സ്റ്റിച്ചിലൊന്നും തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതൊന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ കോർണറെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിതും ഈ ബാക്ക് പീസും നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തോട്ടുള്ള ഭാഗമാണ് റെഡിയാക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ക്ലോത്ത് ഉണ്ടല്ലോ, ഇത് രണ്ടായിട്ട് ആദ്യം ഒന്ന് മടക്കുക. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി മടക്കുക. 4ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് ഈ കോർണറിൽ ഇതുപോലെ ആദ്യം ഒരു 1.5 ഇഞ്ച് സൈഡിലോട്ടേക്ക് മാർക്ക് ചെയ്യുക. താഴത്തോട്ടേക്ക് ഒരു 2 ഇഞ്ചും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചിട്ട് അവിടെ ഒന്ന് യു ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് നമുക്ക് നിവർത്തിയിടാം. നിവർത്തിയിടുമ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസ് കിട്ടും, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. അപ്പം നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം മുകളിൽ. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് ടോപ്പ് പാർട്ടുമായിട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിലൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പ് പാർട്ട് അതിൻ്റെ സെൻറ്ററും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത സെൻറ്ററും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടിട്ട് പിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് പിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്തിന് കറക്റ്റായ അളവിൽ നമ്മളിതുപോലെ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഞാനിത് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിത് രണ്ടും ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടും പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോള് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തുള്ള ക്രോസ് പീസ് എടുത്ത് അത് 2ആയി മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് ഒന്നും കൂടി അതിൻ്റെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. അതുപോലെ 2 സൈഡിലും ചെയ്യണം. അതേപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്യണം. ഇനി നമുക്ക് ആ ടോപ്പ് പാർട്ടും ഇതുപോലെ ഈ താഴത്തെ സ്കേർട്ട് പാർട്ടും കൂടി അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടോപ്പ് പാർട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നല്ല വശവും അതുപോലെ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കുക, ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ സൈഡിൽ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 പീസും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും യോജിപ്പിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഈ 2 വശവും അതുപോലെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ബാക്കി ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഷോൾഡറും അതേപോലെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ ഇതാ നമ്മളെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ ഹുക്കും അയ്യും കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി ഫ്രോക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.